എല്ലാവർക്കും ഹോംലി റെസിപ്പിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനം. തുടർന്ന് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് വറുത്തരച്ച ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: 3/4 കിലോ ചിക്കൻ ഇടത്തരം കഷ്ണങ്ങളാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വിനീഗർ ഇത് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കുക. പിന്നെ ഒരു സവാളയും 10-15 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതുപോലെ 2 തക്കാളി ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ഞാനിവിടെ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് പാനും ഉപയോഗിക്കാം. ഗ്യാസ് കത്തിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു വറ്റൽമുളകും 1/2 ടീസ്പൂൺ കടുകും ഇടുക. അതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അത് ബ്രൗൺ ആയി വരുന്നതുവരെ ഇളക്കുക. അതിലേക്ക് സവാളയും ഉള്ളിയും പച്ചമുളകും വഴറ്റുക. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും തക്കാളിയും ചേർത്ത് സിമ്മിൽ 5 മിനിറ്റ് ബ്രൗൺ ആകുന്നതുവരെ വഴറ്റുക. അതിനുശേഷം തക്കാളി വഴറ്റുക. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്തിളക്കി 15 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. ഞാനിവിടെ ജീരകം, കടു, ഉലുവ ഇവ ചേർന്ന് പൊടിച്ചെടുത്ത മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തിരുമ്മിയ തേങ്ങ വറുത്ത് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളം 1/4 ഗ്ലാസ് ഒഴിച്ച് അരച്ചെടുത്ത് ചിക്കനിലേക്ക് മിക്സ് ചെയ്യുക.
ജാറിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കണം. പത്ത് മിനിറ്റ് അടച്ചിട്ട് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഗരം മസാലയും കറിവേപ്പിലയും ചേർത്ത് 5 മിനിറ്റ് ഇളക്കി സിമ്മിലിടുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചിക്കനിൽ മസാല നല്ലതുപോലെ പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ പെരട്ട് തയ്യാറായി. ഇത് അപ്പത്തിനോടൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒപ്പം കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ചോറിനൊപ്പം ഒരു തോരനും വാഴപ്പിണ്ടിയും ചേർത്ത് കഴിക്കുകയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.